പയ്യന്നൂർ കേരളത്തിലെ മോസ്കോ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനത്ത് എവിടെ തകർന്നാലും പയ്യന്നൂരിൽ തകരില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ, ഏറ്റവും ആദ്യം തന്നെ പാർട്ടി തകർന്നു പോകുന്നൊരിടമായി പയ്യന്നൂർ മാറുകയാണ്. അതിൻ്റെ കാരണങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിലുണ്ട്. നേതൃത്വത്തെ തിരുത്തണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടെഴുതിയ ആ പുസ്തകം. എന്താണ് യഥാർത്ഥത്തിൽ പയ്യന്നൂരിലും അതുപോലെ തന്നെ CPM-നകത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? താങ്കൾ പറഞ്ഞ മോസ്കോ എന്നുള്ള രീതിയിലാണ് പയ്യന്നൂരിലെ സഖാക്കൾ മാത്രമല്ല കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ മുഴുവൻ കണ്ടിരുന്നതാണ്. ഇതിന് സമാനമായി നമുക്ക് ഒറിജിനൽ മോസ്കോയെക്കുറിച്ച് തന്നെ പറയാം. ആ മോസ്കോയെക്കുറിച്ച് യൂറോ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞിരുന്നത്, മോസ്കോ വാസ് അവർ വത്തിക്കാൻ, ഒക്ടോബർ റവല്യൂഷൻ വാസ് അവർ ക്രിസ്തുമസ്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. മോസ്കോയെ വത്തിക്കാനെ പോലെ കാണുകയും ഒക്ടോബർ റവല്യൂഷനെ ആചരിക്കുന്നത് ക്രിസ്തുമസ് ആഘോഷത്തേക്കാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ. പക്ഷേ ഇന്ന് ആ രാജ്യത്ത് അതിൻ്റെ ചുറ്റുവട്ടമുള്ള രാജ്യങ്ങൾ ശിഥിലമായി, റഷ്യ തന്നെ ശിഥിലമായി, മോസ്കോ ശിഥിലമായി, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി. പിന്നല്ലേ ഒരു പയ്യന്നൂർ, പിന്നല്ലേ ഒരു പയ്യന്നൂർ. അപ്പോൾ ഈ പയ്യന്നൂർ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സഖാക്കളെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റിയ ലീഡർഷിപ്പില്ല. ഒരു കാലഘട്ടത്തിൽ EMS നേതൃത്വത്തെ പറ്റി മാത്രമാണ് പറയുന്നത്. EMS, AK ഗോപാലൻ തുടങ്ങിയവർക്ക് അണികൾ എത്ര പ്രകോപനമുണ്ടാക്കിയാലും, അണികൾ എത്ര വഴിമാറി നടന്നാലും അവരെ നേരായ വഴിക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശക്തിയും, രാഷ്ട്രീയ ശക്തിയും ധാർമ്മിക ശക്തിയും അവർക്കുണ്ടായിരുന്നു. അല്ല, അത് നേതൃത്വത്തിൽ ധാർമ്മിക ശക്തിയില്ലാത്തവരായിട്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ നേതൃത്വം തന്നെ വലിയ അപജയത്തിലാണ്. അതായത് നേതൃത്വം ഇപ്പോൾ പഴയ AKGയെയും EMSനെയൊന്നും താരതമ്യം ചെയ്യാൻ പോലും ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. പണാധിപത്യവും അല്ലെങ്കിൽ പച്ചയ്ക്ക് പണം തട്ടിച്ചെടുക്കുന്ന ആളുകളും CPM-ൻ്റെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളതാണ്. നേതൃത്വത്തിൽ അവരുടെ ടോട്ടൽ നിയന്ത്രണത്തിലായി, മൊത്തം നിയന്ത്രണം അവരുടെ കയ്യിലായി പാർട്ടിയുടെ. അതെ. അപ്പോൾ ആ മാറ്റം സഹിക്കാൻ യഥാർത്ഥത്തിൽ സഖാക്കളായി നമ്മൾ ചോദിച്ച പോലെ, സഖാവിനോട് ചോദിച്ച പോലെ, സഖാവെന്ന് ധൈര്യമായിട്ട് വിളിക്കാവോ എന്ന് ചോദിക്കുന്ന എത്ര സഖാക്കളുണ്ട്? നിങ്ങൾ പയ്യന്നൂർ ഇറങ്ങി ബസ് നടക്കുമ്പോൾ മുമ്പ് സഖാവ് എന്നൊരു വിളി കൊണ്ട് നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടി വരാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് സഖാവ് എന്ന് വന്ന ആവശ്യം നിങ്ങൾ വിളിച്ചാൽ ഓടി വരുന്നവരെല്ലാം നിങ്ങളുടെ പോക്കറ്റിലേക്കായിരിക്കും നോക്കുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളുടെ സഹായിച്ചാൽ, നിങ്ങളുടെ കൂടെ കൂടിയാൽ എന്ത് കിട്ടും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് സഖാക്കളെ മൊത്തം മാറ്റിയെടുത്തു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും നവയുഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തനമായിട്ട് മാറിയത്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രതിഫലിക്കുന്നത് എവിടെയാണ്? അതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്നത്. നമ്മുടെ ഏത് പ്രവർത്തനമായാലും ഇപ്പോൾ CPM-ലുള്ളത് ഒരു പണം തട്ടിച്ചെടുക്കുന്നതിൻ്റെ ഒരു കാലമാണ്. അതായത് തസ്കര കാലഘട്ടം എന്നൊക്കെ പറയാം. CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഇപ്പോൾ തസ്കര കാലഘട്ടം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തസ്കര കാലഘട്ടത്തിൽ പയ്യന്നൂരിൽ കാണുന്നത് തസ്കരന്മാരുടെ ഒരു വിളയാട്ടം എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് അവിടെ പ്രതിഫലിച്ചതും അതിലൊരു വ്യത്യസ്തനായ കുഞ്ഞികൃഷ്ണൻ ഉണ്ടായതും എഴുതി അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞതും ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കിട്ടിയ വലിയ പിന്തുണ. അത് സത്യത്തിൽ ഇപ്പോൾ ജാഥയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വലിയ പ്രതിസന്ധി തന്നെയല്ലേ CPM-നെ സൃഷ്ടിച്ചിരിക്കുന്നത്? കുഞ്ഞികൃഷ്ണൻ്റെ സ്വീകരണ പരിപാടി പങ്കെടുത്തവരുടെ നമ്മൾ വീഡിയോ കണ്ടുള്ളൂ, TV ചാനലിൽ കണ്ടതേ ഉള്ളൂ. പങ്കെടുത്തവരുടെ ഒരു പ്രത്യേകത, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും സംഘടനയിൽ നിന്നും ക്ഷണിച്ച് വരുത്തി വലിച്ചിറക്കി കൊണ്ടുവന്ന പ്രവർത്തകരായിരുന്നില്ല. അത് അല്ല, സ്വയം അങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവേശത്തിൽ സ്വയം വന്നവരാണ്. മറ്റേത് അംഗൻവാടി, കുടുംബശ്രീ ഇങ്ങനെയുള്ള ഒരു തരത്തിലും CPM-ൻ്റെ നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റാത്ത അടിമകളായ കാപ്റ്റീവ് കോമ്രേഡ്സിനെയാണ് സാധാരണ പിണറായി വിജയൻ വരുമ്പോഴും ഇരിപ്പുകൂലി മേടിക്കാൻ മാത്രം സീറ്റിൽ വന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് അത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ്, UDF-നുള്ള മുന്നറിയിപ്പാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നല്ല സ്വഭാവമുള്ള, രക്തത്തിൽ കമ്മ്യൂണിസമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും ഉണ്ട് എന്ന് കേരളത്തെ കാണിച്ചു തന്ന പരിപാടിയായിരുന്നു പയ്യന്നൂരിലേത്. ശരിക്കും പയ്യന്നൂരിൽ എനിക്ക് തോന്നുന്നു TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിരിക്കാം CPM-നെ അടുത്ത കാലത്ത് ബാധിച്ച ഏറ്റവും വലിയ തിരിച്ചടി. അപജയവും അതുപോലെ തിരിച്ചടിയും. ഇപ്പോൾ വടകര എന്ന ചുവപ്പുകോട്ട ശരിക്കും TPയുടെ വിധവ MLA ആയി നിൽക്കുന്നു. അവരെയാണ് ആ നാട് സ്വീകരിച്ചത്, CPM-നെ അല്ല.
അപ്പോൾ അതിനർത്ഥം അവർ അവിടെ തോറ്റുപോയി എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരു പക്ഷേ കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ബാക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ബാക്കി നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിനെയാണ്, പണ്ട് TP പറഞ്ഞതിനേക്കാളും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതിനെയാണ് ഇപ്പോൾ ജനങ്ങൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നോക്കുന്നത്. ജനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും CPMകാരെയാണ്. അവസാനത്തെ ശ്വാസം വരെയും CPM ഇവിടെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവർ, അവർ ഒരു പ്രതീക്ഷ പിണറായി വിജയനിലോ ഇപ്പോഴത്തെ ഗോവിന്ദൻ കമ്മ്യൂണിസത്തിലോ കാണുന്നില്ല. അപ്പോൾ ആകെയുള്ള കുഞ്ഞികൃഷ്ണൻ്റെ വാക്കുകളെയാണ് അവർ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? അതിൽ വടകരയിലെ TP രമയുടെ കാര്യം പറഞ്ഞു, വടകരയിലെ കാര്യം പറഞ്ഞു. വടകരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചടിയും പറ്റിയിട്ടില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പരോൾ കമ്മ്യൂണിസ്റ്റുകളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ, സ്വതന്ത്രമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ചെറുപ്പക്കാരായ സഖാക്കൾ രമയുടെ കൂടിയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരോൾ, ജയിലിൽ നിന്ന് പുറത്ത് പോവുക, അകത്ത് വരിക, പരോൾ മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തും. കൊട്ടേഷൻ. അത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാത്ത ആൾക്കാർ രമയെ പോലുള്ളവരുടെ പിന്നിൽ അണിനിരക്കും. അത് സംഭവിക്കാൻ പോകുന്ന പയ്യന്നൂർ സംഭവിക്കുക. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ സംഭവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പരോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നുകിൽ അതുപോലെ ഏതെങ്കിലും ഗുണ്ടാരാഷ്ട്രീയം പിന്തുടരുന്ന BJP പോലുള്ള കക്ഷികളിൽ അല്ലെങ്കിൽ RSSലേക്കോ പോയി മനുഷ്യരെ തല്ലി ഒതുക്കി കാര്യം നടത്താൻ ഉദ്ദേശിക്കുന്ന പാർട്ടികളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇവർ തിരുത്തുന്നില്ലല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് എന്താണ്? അവിടെ നടന്ന ഫണ്ട് പിരിവിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ്. ആ ക്രമക്കേടുണ്ടെങ്കിൽ സാധാരണ എന്താ ചെയ്യുക? ക്രമക്കേട് കണ്ടെത്തി ക്രമക്കേട് നടത്തിയവരെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നടപടിയെടുക്കുക. ക്രമക്കേടിൽ വന്ന തുക തിരിച്ചെടുത്ത് ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിക്കുക. ഇതൊക്കെയാണല്ലോ നമ്മൾ പണ്ട് 10 രൂപ പോലും വാങ്ങാത്ത EMSൻ്റെയും അല്ലെങ്കിൽ മകളുടെ തുണി തയ്ക്കാൻ കടം പറഞ്ഞ EMSൻ്റെയും, അതുപോലെ സ്വന്തം കാറിൽ കയറേണ്ട ബസ് കൂലി എടുത്തു പോയിക്കോ എന്ന് പറഞ്ഞ ചടയം ഗോവിന്ദൻ്റെയൊക്കെ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കോടികൾ പിരിച്ച് അതിൽ പകുതി ഒരു 50 ലക്ഷത്തോളം തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ലേ? അതിനല്ലേ ഇവർ തിരുത്തേണ്ടത്? താങ്കൾ കാസർഗോട്ടുകാരൻ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. അതിൻ്റെ മാറ്റം ആരൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊരു സത്യസന്ധനുണ്ട്. അത് മറ്റാരുമല്ല, EP ജയരാജൻ. EP ജയരാജൻ പറഞ്ഞു, എടാ പിള്ളേരെ, സഖാക്കളിൽ നിന്നുള്ള പിള്ളേർ, നിങ്ങൾ ഇനി കട്ടൻ ചായയും പരിപ്പൂടയും കുടിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട. നിങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചാൽ അല്പസ്വല്പം ആഘോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് AC പാർട്ടി ഓഫീസുകളിലിരുന്ന് നിങ്ങൾ ചെകുവരയുടെ പടം വരച്ച് കൊടുക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ത്യാഗം സഹിക്കാൻ പോകണ്ട. ത്യാഗം സഹിക്കണമെങ്കിൽ പണ്ട് ഉശിരുള്ള സഖാക്കളായിരുന്നു തല്ലാനും, തെറ്റാണെങ്കിൽ പോലും എതിരാളികളെ നേരിടാൻ വന്നിരുന്നെങ്കിൽ ഇന്ന് കൊട്ടേഷൻ ടീമായിരുന്നു. അതെ അതെ അതെ, അവർക്ക് പണിയില്ല. അല്ല, കാശുണ്ടല്ലോ, ഇങ്ങനെ വെട്ടിച്ചെടുത്തതും തട്ടിച്ചെടുത്തതുമായ ഒരുപാട് കാശ് അവരുടെ കയ്യിലുണ്ട്. ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ തീർന്നു. പക്ഷേ എനിക്ക് വേറൊരു ആത്മവിശ്വാസമല്ല, പയ്യന്നൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പുതുജീവൻ നൽകിയ സ്ഥലമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീവ്രത കുറവായിരുന്നു. അല്ലെ, ഗാന്ധിജിയുടെ ഗാന്ധി മൈതാനത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു പ്രസംഗം ഗാന്ധി മൈതാനത്ത്, അത്രയും ഒരു അനുഭവമേ ഉള്ളൂ. അപ്പോൾ ഈ ഗാന്ധി മൈതാനത്ത് ഗാന്ധി മൈതാനം അല്ലെ, ഉപ്പു സത്യാഗ്രഹത്തിന് സമാനമായ മറ്റൊരു സമരം നടത്തിയ അവിടെ ഇന്ന് കോൺഗ്രസിൻ്റെ കേളപ്പനൊക്കെ ഉൾപ്പെടുന്ന, മാധവമേനോൻ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ, AK ഗോപാലൻ വരെ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഉത്തേജനത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ തകരാൻ പോകുന്ന, ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്ന, നശിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുനരുദ്ധാരണം കുഞ്ഞികൃഷ്ണനെ പോലുള്ളവരിൽ കൂടെ നടക്കില്ല എന്നൊരു സംശയം എനിക്കുണ്ട്. സത്യത്തിൽ അത് പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ കഥ പറഞ്ഞ പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ TP ചന്ദ്രശേഖരൻ പറഞ്ഞതും അദ്ദേഹം പ്രവർത്തിച്ചതും യഥാർത്ഥ കമ്മ്യൂണിസത്തിന് വേണ്ടിയായിരുന്നു. അദ്ദേഹമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെയാണ്? UDF പാളയത്തിലാണ്. അപ്പോൾ അതുപോലെ നാളെ കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് പേർ വന്നാൽ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് വന്നാൽ അവരും UDFൻ്റെ ഒപ്പം അല്ലേ ഉണ്ടാകേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം RSP വലിയൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അവർ ഇപ്പോൾ വന്നിരിക്കുന്നത് UDFിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കൈകളിൽ ഈ LDF അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കിട്ടിയതിന് CPMലുള്ളവർ പോയിരിക്കുന്ന UDFിലെ RSPയിലേക്കാണ് പോയിരിക്കുന്നത്. അതെ അതെ, ഹസ്കർ ഉൾപ്പെടെ. അതെ അതെ, അത് വേറെ വശം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്വല്പം നമുക്ക് എപ്പോഴെങ്കിലും വിശദമായൊരു ചർച്ചയ്ക്ക് സമയം എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഘടനാപരമായ മാറ്റമുണ്ട്, സ്ട്രക്ചറൽ ചേഞ്ച്. ഏറ്റവും ആദ്യഘട്ടത്തിൽ കുറേ ലീഡർഷിപ്പിന് വേണ്ടി പുസ്തകം വായിക്കുകയും എഴുത്തും വായനയുള്ള കുറേ ആൾക്കാരും മറ്റ് താഴെത്തട്ടിൽ കർഷക തൊഴിലാളി, ചെത്തൊഴിലാളി, കയർ തൊഴിലാളി അടിസ്ഥാന വർഗ്ഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രൂപത്തെ നിയന്ത്രിച്ചിരുന്നത്. അവരായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും വരെ പലപ്പോഴും. പക്ഷേ അത് ക്രമത്തിൽ അവരെ മാറ്റി സംഘടിത വ്യവസായ തൊഴിലാളികളായി. അതിനുശേഷം വീണ്ടും ഇവിടെ വ്യവസായ തൊഴിലാളി കേരളത്തിൽ പറയാനില്ല, വീണ്ടും സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ NGOമാരും അധ്യാപകരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി, കോളേജ് അധ്യാപകരായി, IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അങ്ങനെയുള്ള സംഘടനകളായി. ഇവരുടെ നിയന്ത്രണത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പും പോയി. ഇന്ന് നിങ്ങൾ നോക്കുക, വരദരാജനാണെങ്കിലും രാമകൃഷ്ണനാണെങ്കിലും മറ്റേ ഇങ്ങനെ മോഹനൻ മാഷാണെങ്കിലും എല്ലാം NGO യൂണിയനുമായിട്ടോ കോളേജ് അധ്യാപക സംഘടനയായിട്ടോ ബന്ധപ്പെട്ട് വന്നവരാണ് ഇന്ന് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ വർഗ്ഗപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം മാറി. കാരണം ഇവരെല്ലാം സർക്കാർ ജീവനക്കാരിൽ ഒരു 70% കാശ് മേടിക്കുന്നവരാണ്, കൈക്കൂലി മേടിക്കുന്നവരാണ്. അവരാണ് NGO യൂണിയൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകർ. അപ്പോൾ ആ സ്വഭാവം എങ്ങോട്ട് വന്നു? അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു വലിയൊരു തകർച്ച. അതെ. അപ്പോൾ ആ തകർച്ച കാണാനോ കണ്ടെത്താനോ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല. കാരണം ഫണ്ടിങ് നടക്കുന്ന ആരാ? ഇവരാണ്. ഈ ജീവനക്കാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. ആ ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ഇന്ന് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ളവരെ ആവശ്യമില്ല, കാശ് കൊടുത്ത് കൊണ്ടുവരും. ഇപ്പോൾ ബംഗാളി ബീഹാറുള്ള അവരെ കൊണ്ടുവരും വേണമെങ്കിൽ അത്യാവശ്യം. അപ്പോൾ അതും കിട്ടാതായി തുടങ്ങിയെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ നേതൃത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BP ജയരാജൻ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധുവാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അദ്ദേഹവും ചെയ്തത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സത്യം പറയുന്ന ഒരാൾ. അതായത് അദ്ദേഹം റിസോർട്ട് ഉണ്ടാക്കി, വൈദേകം റിസോർട്ട്. അതെ, വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. പിണറായി വിജയനാണെങ്കിൽ മാസപ്പടി വാങ്ങുന്ന മകളുടെ പേരിലൊക്കെ കേസ്. ഇങ്ങനെ എല്ലാ തലത്തിലും അവർ വ്യാവസായികളുമായി ഒന്നുകിൽ ബന്ധം, അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങൾ തുടങ്ങുക, ബൂർഷ്വകളാകുക, ഇതൊക്കെ അവരായിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്കിനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ അവർ മാറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലല്ല അവരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പണ്ട് ഇവിടെ ഇല്ലാതെ പോയൊരു പാർട്ടിയുണ്ട്, മുതലാളിത്ത പാർട്ടി, സ്വതന്ത്ര പാർട്ടി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് സ്വതന്ത്ര പാർട്ടി. മുതലാളിത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പാർട്ടി. ഇവർക്ക് വേറെ അതിൽ ചേർന്ന് അതിൽ കൂടെ തിരിച്ചു വരാം. സ്വതന്ത്ര പാർട്ടിയായിട്ട്. അതായത് പണ്ട് പ്രവർത്തിക്കാനൊക്കെ ബംഗാളികളെ കിട്ടും, അതുപോലെ തിരിച്ചടിക്കാനൊക്കെ കൊട്ടേഷൻ ടീമിനെ കിട്ടും. അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനത്തിനൊന്നും ആരെയും വേണ്ട. കുറച്ച് പണമുണ്ടാക്കി വെച്ച നേതാക്കന്മാരുടെ മാത്രം ഒരു പാർട്ടിയായി അവർക്കിന് പ്രവർത്തിക്കാം. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ആളുകളെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എത്രത്തോളം ഉണ്ടാകും ഈ പിണറായി വിജയൻ്റെ കമ്മ്യൂണിസം എന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ്റെ കമ്മ്യൂണിസം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് വേറൊരു പ്രശ്നം. പിണറായി വിജയൻ്റെ ഇതിൻ്റെ ലാസ്റ്റ് അവസാനം നമുക്ക് മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എല്ലാ തരത്തിലും. കാരണം സംഘടനാപരമായി ജീർണതയാണ്. ആവേശം ജനിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇവരാകെ വിളിച്ച് സത്യസന്ധമായി പാലിക്കപ്പെട്ടൊരു മുദ്രാവാക്യം കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇന്ന് ഈ ഇലക്ഷനിൽ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും, പാർട്ടിക്കകത്ത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും, അച്യുതാനന്ദൻ പാർട്ടിയെ എതിർത്ത, പാർട്ടിയുടെ ലീഡർഷിപ്പിനെ പിണറായി വിജയനൊക്കെ എതിർത്തവരാണെങ്കിൽ പോലും അവരെ കൂടെ നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചൊരു നേതാവായിരുന്നു അച്യുതാനന്ദൻ. ഇന്ന് അങ്ങനെ ജനങ്ങളെ മൊത്തത്തിൽ സ്വാധീനിക്കുന്നൊരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ആവേശം കൊള്ളിക്കുന്നൊരു നേതാവില്ല. പിന്നെയുള്ളത് VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്വരാജിനെ പോലെ ഉള്ള, അല്ലെ സുനിൽ പീളടത്തിനെ പോലെ ഉള്ള ആൾക്കാരാണെന്ന് ഇതിൻ്റെ ബൗദ്ധികമായ ചിന്തയും പ്രവൃത്തിയും നടത്തുന്നത്. ഇവർക്ക് ജീർണാവസ്ഥയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്തരിക്കാനുള്ളൊരു മാർഗ്ഗവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കാനും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കാൻ പോകുന്നതുമാണ് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ താങ്കൾ പറഞ്ഞത് സംഭവിക്കുകയാണ്. ഒറ്റ ചോയ്സേ ഉള്ളൂ അതിന്. പിണറായി വിജയനും കുറേ കൂട്ടരും BJP-യിലേക്ക് പോകും. കാരണം അവർക്ക് വേണ്ട സുരക്ഷിത താവളമാണ്. ജനങ്ങളുടെ പിന്തുണ നേടി അധികാരത്തിലോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലോ വരാൻ പറ്റില്ല. പിന്നെ സുരക്ഷിത താവളം ഉണ്ടാകണമെങ്കിൽ എങ്ങോട്ട് പോകണം? BJP-യിലേക്ക് പോകണം. കോൺഗ്രസ് ലിബറൽ പാർട്ടിയാണ്, ജനാധിപത്യം നോക്കും കുറച്ചൊക്കെ. മറ്റേതില്ല. എങ്ങനെയെങ്കിലും സ്ഥാനത്തെത്തിയാൽ പിന്നെ അത് ആയുഷ്കാലം കൊണ്ടു നടക്കാം. അതാണ് സ്ഥിതി. അപ്പോൾ നാളെ ഒരു ചർച്ചയിൽ ഇങ്ങനെ ആരോ ചോദിച്ചു, BJP-ക്ക് കേരളത്തിൽ എന്നത്തേക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമെങ്കിൽ ചിലപ്പോൾ മിസ്റ്റർ പിണറായി വിജയനായി അത്ഭുതപ്പെടുന്നത്. അത്ര തന്നെ. അപ്പോൾ ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുണ്ടാകും എന്നുള്ളത് എല്ലാവരും അന്നേ കരുതിയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതല്ല, പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തകർച്ച കേരളത്തിൽ അനിവാര്യമായി നിൽക്കുന്നുവെന്ന് അന്നേ തെളിഞ്ഞതാണ്. പക്ഷേ അതവരുടെ മോസ്കോ ആയ അല്ലെങ്കിൽ കോട്ടകൊത്തളം എന്നറിയപ്പെട്ട പയ്യന്നൂരിൽ നിന്ന് വെച്ച് തന്നെ ആരംഭിച്ചു എന്നുള്ളത് വലിയ ചരിത്രത്തിൻ്റെ നീതിബോധമാണ്. തീർച്ചയായും ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും അല്ലെങ്കിൽ പയ്യന്നൂരിൽ വെച്ച് തന്നെ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന, അത് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.